ചേരാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. അതിന്റെ തത്സമയത്തിൽ ചേനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്ന കാഴ്ചയാണ്. ഖത്തറിൽ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത്. അദ്ദേഹം ജമ്മുകാശ്മീരിലെ റീസി ജില്ല സന്ദർശിക്കുന്ന സമയമാണ്. അപ്പോഴാണ് അദ്ദേഹം 2 വന്ദേ ഭാരത് തീവണ്ടികൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഖത്തറിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള. അതിനുശേഷമാണ് അദ്ദേഹം ചേനാബ് പാലം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുന്നത്. 46,000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയാണ് ഇത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം എന്നുള്ള ഖ്യാതി കൂടി ഇതിനകത്തുണ്ട്. അങ്ങനെയാണ് ഇത് രാഷ്ട്രത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടുന്നത്. ഏതായാലും പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് ഉധംപൂരിലും റീസിയിലുമൊക്കെ വലിയ സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം ജമ്മു കാശ്മീർ സന്ദർശനം തുടരുകയാണ്. വലിയ പദ്ധതികൾ ആണ് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് അമൃത് വിഷൻ പദ്ധതിയുമായി നടക്കുന്ന പല വികസന പദ്ധതികളുടെ ഭാഗം കൂടിയായിട്ടാണ് ചേനാബ് പാലത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഉധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്കും ഇന്ന് തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. 43,780 കോടിയുടെ പദ്ധതിയാണ് ഉള്ളത്. അത് കാശ്മീരിൻ്റെ ഏറ്റവും എല്ലാ കാലാവസ്ഥയെയും അതിജീവിക്കുന്ന റെയിൽവേ കണക്ടിവിറ്റി അതാണ് ഉറപ്പ് വരുത്തുന്നത്. നാളെ മുതലാണ് സർവീസ് ആരംഭിക്കുക. ഒപ്പം ചേനാബ് പാലത്തിൻ്റെ ഉദ്ഘാടനവും രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിലേക്കും കടക്കുന്നു. ആയത്തുൽ ഷംന ചേർന്നു. ഷംന, എത്രത്തോളം പ്രതീക്ഷയോടെ രാജ്യത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ പാലം എന്നുള്ളൊരു ഖ്യാതി കൂടിയാണ് ചേനാബിന് വരുന്നത്. എങ്ങനെയാണ് ഉറ്റുനോക്കുന്നത്? ഗതാഗതം ഏത് തരത്തിൽ മെച്ചപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയൊക്കെയാണ് സർക്കാരിനുള്ളത്? തീർച്ചയായും അപർണ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം, ഒപ്പം രാജ്യത്തിൻ്റെ അഭിമാനമായ ഒരു പാലം തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്. ജമ്മു കാശ്മീരിലൂടെയും പാക് പഞ്ചാബിലൂടെയും ഒഴുകുന്ന ഈ ചെനാബ് നദിയിൽ നിന്നും 359 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. അതായത് ലോകാത്ഭുതമായ ഈഫിൽ ടവറിനേക്കാളും 35 മീറ്റർ അധികം ഉയരമാണ് പാലത്തിനുള്ളത്. ഇതിൻ്റെ കമാനത്തിന് മാത്രം ഉയരം 467 മീറ്ററാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പാലം എന്ന പ്രത്യേകതയോടുകൂടിയാണ് ഈ നാടിന് തന്നെ അഭിമാനമായിട്ടുള്ള ചെനാബ് പാലം ഇപ്പോൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഈ പാലത്തിൻ്റെ നിർമ്മാണം. അത് പ്രത്യേകിച്ചും ഇത്രയും ഉയരം കൂടിയ ഒരു പാലമായതുകൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും നമുക്കറിയാം കാശ്മീർ മേഖലയിലായതുകൊണ്ടൊക്കെ വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയൊക്കെ ഈ പാലത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ 1.3 കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം ഉള്ളത്. അങ്ങനെ മറ്റൊരു കാര്യമുള്ളത്, ഈ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രൊജക്ടിന് കീഴിലാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം എന്നതാണ് മറ്റൊരു പ്രത്യേകത. 120 വർഷം വരെ ആണ് ഈ പാലത്തിന് ഇപ്പോൾ ആയുസ് കണക്ക് കൂട്ടുന്നത്. ഒപ്പം ഈ കൂറ്റൻ പാലത്തിൻ്റെ നിർമ്മാണത്തിനായി 28,660 മെട്രിക് ടൺ ഉരുക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 120 വർഷം വരെ ഒരു ആയുസ് കണക്കാക്കുമ്പോൾ അത്രയും അധികം ഉറപ്പിൽ സർവ്വസന്നാഹത്തോടു കൂടി തന്നെയാണ് പാലത്തിൻ്റെ നിർമ്മാണം എന്ന് വേണം എടുത്തു പറയാൻ. ഒപ്പം ഈ കരുത്തു കൂട്ടുന്നതിന്, പാലത്തിൻ്റെ കരുത്തു കൂട്ടുന്നതിന് വേണ്ടി ആർച്ചിലുള്ള ഉരുക്ക് പെട്ടികളിൽ കോൺക്രീറ്റ് നിറച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നിർമ്മാണം. 2002 ഈ ഒരു പാലത്തിനായുള്ള പ്രഖ്യാപനം വന്നെങ്കിലും പിന്നീട് അത് പല കാരണങ്ങൾ കൊണ്ട് വൈകിപ്പോവുകയായിരുന്നു. അങ്ങനെ 2017 പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. 1,250 കോടി രൂപ ചിലവിലായിരുന്നു പാലത്തിൻ്റെ ഒരു നിർമ്മാണം ആരംഭിച്ചത് തന്നെ. പിന്നീട് 2021 ഏപ്രിലിൽ ഈ പാലത്തിൻ്റെ ആർച്ചിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. അതിനുശേഷം ഈ കമ്പനിയുടെ നിർമ്മാണം ചെയ്തിട്ടുള്ളത് മുംബൈ ആസ്ഥാനമായുള്ള കമ്പനിയാണ്. അഫ്ഗോൺസ് എന്ന കമ്പനിയാണ് പാലത്തിൻ്റെ നിർമ്മാണം. വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് രാജ്യം ഇത് ഉറ്റുനോക്കുന്നതും. ഒപ്പം ടൂറിസം വികസനത്തിന് വരെ രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ ചെനാബ് പാലത്തിലൂടെ സഹായിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നതും.
എത്തും. പാലത്തിന്റെ പ്രത്യേകതകൾ എണ്ണി പറയും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി പ്രധാനമന്ത്രി തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ഈ റിക്ടർ സ്കെയിലിൽ 8 വരെയുള്ള ഭൂകമ്പത്തെ വരെ ചെറുക്കാൻ ശേഷിയുണ്ട് ഈ പാലത്തിന് എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഒപ്പം മണിക്കൂറിൽ 266 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ട്. അതായത് അത്രയും ശക്തമായ പാലം തന്നെയാണ് നിർമ്മിക്കുന്നത് എന്നാണ് പ്രത്യേകത. ഒപ്പം ഭീകരാക്രമണ സ്ഫോടനങ്ങൾ, അതായത് നമുക്കറിയാം ജമ്മു കാശ്മീർ മേഖലയിൽ വരുന്ന ഈ പാലം ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ആണ് ഈ പാലം നാടിന് സമർപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ ഭീകരാക്രമണത്തെ വരെ അത്തരം സ്ഫോടനങ്ങളെ വരെ അതിജീവിക്കാൻ ചെനാബ് പാലത്തിന് സാധിക്കുമെന്ന ഉറപ്പുകൂടി ഇതിലൂടെ ഈ നിർമ്മാണ കമ്പനി അടക്കം രാജ്യത്തിന് ഉറപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ടൂറിസം വികസനത്തിന് ഇത് ഏറെ സഹായകമാവും. കാരണം ഈ മേഖലയിലേക്ക്, ജമ്മു കാശ്മീർ മേഖലയിലേക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും. കാശ്മീർ താഴ്വരയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പാലം കൂടിയാണ് രാഷ്ട്രത്തിന് സമർപ്പിച്ചിരിക്കുന്നത്.